നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ട് ടെക്സസ്. സർക്കാർ ഏജൻസികൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമാണ് ടെക്സസ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിസ പ്രോഗ്രാമുകൾ ചൂഷണം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അമേരിക്കയിലെ ജോലി അമേരിക്കക്കാർക്ക് മാത്രമെന്നും ഗവർണർ നിർദ്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട്. സർക്കാർ ഏജൻസികളിലും സർവകലാശാലകളിലും പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ടെക്സാസ് ഗവർണർ. അമേരിക്കൻ പൗരന്മാരായ തൊഴിലാളികളെ സംരക്ഷിക്കുവാനാണ് നീക്കമെന്നാണ് ടെക്സാസ് ഗവർണറായ ഗ്രേഗ് അബോട്ട് നിർദ്ദേശത്തെക്കുറിച്ച് വിശദമാക്കുന്നത്. അമേരിക്കയിലെ തൊഴിലുകൾ അമേരിക്കക്കാർക്ക് ലഭിക്കണമെന്ന് വ്യക്തമാക്കിയാണ് 2027 മെയ് 31 വരെ പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കുവാൻ റിപ്പബ്ലിക്കൻ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫെഡറൽ പ്രോഗ്രാമിലെ ദുരുപയോഗങ്ങൾ തടയുന്നതിനും അമേരിക്കക്കാർക്ക് അവസരം ലഭിക്കുന്നതിനുമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ തൊഴിൽ നേടുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നടപടി. യോഗ്യതയുള്ള അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുവാൻ ശ്രമിക്കാതെ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനായി ചിലർ H-1B വിസ ദുരുപയോഗം ചെയ്യുന്നതായാണ് ഗവർണറുടെ ആരോപണം. ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം H-1B വിസയിലുള്ളവരെ നിയമിക്കുന്നതായും ആരോപണമുണ്ട്. H-1B വിസ പുതുക്കുവാനും പുതിയത് ലഭിക്കുവാനുമായി എത്ര അപേക്ഷകൾ വന്നു, നിലവിൽ വിസ ഉടമകളുടെ എണ്ണം എത്രയാണ്, അവരുടെ രാജ്യം ഏതാണ്, അമേരിക്കക്കാരെ നിയമിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവയടക്കമുള്ള വിശദമായ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് 2026 മാർച്ച് 27 ഇത് സംബന്ധിച്ച് സമർപ്പിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ, സർവകലാശാലകൾ, ഇവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഗവർണറുടെ നിർദ്ദേശം. പ്രത്യേക വൈദഗ്ധ്യമുള്ള തസ്തികകളിലേക്ക് പ്രാദേശികമായി ആളുകളെ ലഭിക്കാതെ വരുമ്പോൾ സർവകലാശാലകളും സ്കൂളുകളും H-1B വിസയെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരമാകരുത് എന്നാണ് ടെക്സാസ് ഗവർണറുടെ നിലപാട്. ട്രംപ് ഭരണകൂടം H-1B നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അപേക്ഷകർക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. 2024 ആകെ അനുവദിച്ച H-1B വിസകളിൽ 71% ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു. എന്നാൽ 2025 കണക്ക് പ്രകാരം ഇന്ത്യൻ IT കമ്പനികൾക്കുള്ള വിസ അംഗീകാരങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധഭീഷണിയിൽ പ്രതികരിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഏത് ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന് ശക്തമായ ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണമുണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാന്റെ സൈന്യം എന്തിനും സജ്ജമാണെന്നും ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും എന്ത് ആക്രമണമുണ്ടായാലും ഉടനടി ശക്തമായി തിരിച്ചടിക്കുമെന്നും അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് പഠിച്ച വിലപ്പെട്ട പാഠങ്ങൾ കൂടുതൽ ശക്തമായും വേഗത്തിലും ആഴത്തിലും പ്രതികരിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീഷണിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയുള്ള കരാറിന് തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ആണവ നിർവ്യാപന കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. അനുവദിച്ച സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇറാൻ എത്രയും വേഗം മേശയ്ക്ക് മുന്നിലെത്തി ന്യായവും നീതിയുക്തവുമായ കരാർ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തീരുമാനം വൈകുന്തോറും അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കുമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ദൗത്യം നിറവേറ്റാൻ അവർ സദാ സന്നദ്ധരാണെന്നും കഴിവുള്ളവരാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കാനഡയിൽ നിർമ്മിച്ച് US-ൽ വിൽക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും 50% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി. സവാനയിലെ ജോർജിയ ആസ്ഥാനമായ US വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീം എയർഫോഴ്സിന്റെ വിമാനങ്ങൾക്ക് കാനഡ സർട്ടിഫിക്കേഷൻ നിഷേധിച്ചിരിക്കുന്നതിന്റെ പ്രതികാര നടപടി എന്നോണമാണ് ട്രംപിന്റെ തീരുവ ഭീഷണി. കാനഡിയൻ വിമാന നിർമ്മാതാക്കളായ ബോംബാർഡിയറിന്റെ ഗ്ലോബൽ എക്സ്പ്രസ് ബിസിനസ് ജെറ്റുകൾ അമേരിക്കയിൽ നിന്ന് ഡീസർട്ടിഫൈ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. സവന്നയിലെ ജോർജിയ ആസ്ഥാനമായ US വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീം എയറോസ്പേസിന്റെ വിമാനങ്ങൾക്ക് കാനഡ സർട്ടിഫിക്കേഷൻ നിഷേധിച്ചിരുന്നതിന്റെ പ്രതികാര നടപടിയെന്നോണമായാണ് കാനഡയിൽ നിർമ്മിച്ച് US-ൽ വിൽക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും 50% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ച ബിസിനസ് ജെറ്റുകൾക്ക് കാനഡ ഉടൻ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ ഈ നീക്കം പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞു. നിരവധി ഗൾഫ് സ്ട്രീം മോഡലുകൾക്ക് കാനഡ സർട്ടിഫിക്കേഷൻ നൽകുന്നത് നിയമവിരുദ്ധമായി
നിരസിച്ചുവെന്നാണ് ട്രംപിന്റെ ആരോപണം. കാനഡയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷം ഇതോടെ കൂടുതൽ ശക്തമാകുകയാണ്. ഗൾഫ് സ്ട്രീം 500, 600, 700, 800 ജെറ്റുകൾക്കാണ് കാനഡ നിയമവിരുദ്ധമായി സർട്ടിഫിക്കേഷൻ നിഷേധിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ വിമാനങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാനഡ അവരുടെ ആഭ്യന്തര വിപണിയിൽ ഗൾഫ് സ്ട്രീം മോഡലുകളുടെ വിൽപ്പന തടയുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു. പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വ്യാപാര മേഖലയിൽ കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്നും എല്ലാ വിമാനങ്ങൾക്കും താൻ 50% തീരുവ ഈടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ക്രിസ്തീയ ഐക്യത്തിനായി ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ക്രിസ്തീയ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാ വാരത്തിന്റെ സമാപനത്തിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിലായിരുന്നു ആഹ്വാനം. എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യം തുടരാനും പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. ജനുവരി 25 വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാളിൽ എക്യുമെനിക്കൽ പ്രാർത്ഥനാവേളയിൽ ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ ഐക്യം വളർത്താൻ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. അപ്പസ്തോലന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന റോമിലെ സെന്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾ ബെസിലിക്കയിലാണ് ശുശ്രൂഷകൾ നടന്നത്. എല്ലാ വർഷവും ജനുവരി 18 മുതൽ 25 വരെ ആഘോഷിക്കുന്ന ക്രിസ്ത്യൻ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ക്രിസ്തീയ ഐക്യത്തിനായി ആഹ്വാനം ചെയ്തു. നമ്മൾ ഒന്നാണെന്നും ഇതിനകം തന്നെ അത് തിരിച്ചറിയാം, അനുഭവിക്കാം, ദൃശ്യമാക്കാമെന്നും ലിയോ 14 പാപ്പ കൂട്ടിച്ചേർത്തു. എക്യുമെനിക്കൽ പ്രാർത്ഥനാവേളയിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിനെ പ്രതിനിധീകരിക്കുന്ന മെത്രാപ്പോലിത്തൻ പോളികാർപ്പസ്, അർമേനിയൻ അപ്പസ്തോലിക് സഭയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ഖജാക് ബർസാമിയൻ, ആംഗ്ലിക്കൻ കൂട്ടായ്മയിലെ ബിഷപ്പ് ആന്റണി ബോൾ എന്നിവരുൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നിരവധി പ്രതിനിധികൾ സന്നിഹിതരായി. ത്രിത്വേക ദൈവത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളുടെയും പൊതുവായ വിശ്വാസത്തെ ലിയോ പാപ്പ തന്റെ പ്രസംഗത്തിൽ അടിവരയിട്ടു പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉജ്ജ്വലമായ തീഷ്ണതയോടെയുള്ള സ്നേഹം പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കാനുള്ള ദൗത്യം ഓരോ ക്രൈസ്തവനുമുണ്ടെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തന്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് പാപ്പ തന്റെ മുൻഗാമികളിൽ ഒരാളായ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: തന്ത്രപരമായ നേട്ടത്തിനോ രാഷ്ട്രീയ നേട്ടത്തിനോ അല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിനാണ് ഐക്യം അനിവാര്യമെന്ന് ക്രിസ്ത്യാനികൾക്ക് ആഴത്തിലുള്ള ആന്തരിക ബോധ്യമുണ്ടായിരിക്കണം. എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യം തുടരാനും പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. യേശു ക്രിസ്തുവിനെതിരെ നിന്ദാപരമായ പരാമർശവുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. നിന്ദാപരമായ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്ന് കൊളംബിയൻ ബിഷപ്പുമാർ. പരാമർശം മതനിന്ദാപരമെന്നും പെട്രോ മാപ്പ് പറയണമെന്നും സെനറ്റർ മൗറീഷ്യോ ഗിറാൾഡോ പറഞ്ഞു. ക്രൈസ്തവർ ഏകരക്ഷകനായും ലോകം ചരിത്ര പുരുഷനായും ആദരിക്കുന്ന യേശുക്രിസ്തുവിനെതിരെ നിന്ദാപരമായ പരാമർശവുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ബൊഗോട്ടയിലെ സെന്റ് ജോൺ ഓഫ് ഗോഡ് ആശുപത്രിയുടെ പുനരാരംഭ വേദിയിലായിരുന്നു കൊളംബിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റായ പെട്രോയുടെ വിവാദപരമായ പരാമർശം. യേശുവും മഗ്ദലേന മറിയവും തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരിക്കാമെന്നും സ്ത്രീകൾ പിന്തുടർന്നിരുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അത്തരത്തിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടാതെ ജീവിക്കാൻ കഴിയില്ലെന്നും യേശുവിന്റെ മരണം പോലും സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിട്ടായിരുന്നുവെന്ന തരത്തിൽ ക്രിസ്തുവിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് പെട്രോ നടത്തിയത്. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കൊളംബിയൻ ബിഷപ്പുമാർ. ജനുവരി 28 കൊളംബിയൻ ബിഷപ്സ് കോൺഫറൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പൗരന്മാരുടെ മതപരമോ വിശ്വാസപരമോ ആയ ബോധ്യങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രപരമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരു മേലധികാരികൾക്കും അവകാശമില്ലെന്നും മറിച്ച് പൗരന്മാരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും മതവിഭാഗങ്ങളുമായുള്ള യോജിപ്പുള്ള ബന്ധങ്ങൾ പരസ്പര ധാരണയും നിലനിർത്താനും ബാധ്യതയുണ്ടെന്നും പറയുന്നു. രാജ്യത്തിന്റെ ഭരണഘടന 2011 ഭരണഘടനാ കോടതി വിധി 817 മതസ്വാതന്ത്ര്യത്തെയും ആരാധനയെയും കുറിച്ചുള്ള 1994 നിയമം 133 ആർട്ടിക്കിൾ 4 എന്നിവ വ്യക്തികളുടെ വിശ്വാസങ്ങളിൽ ബഹുമാനം, സംരക്ഷണം എന്നിവ അനുശാസിക്കുന്നുവെന്നും പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. കർത്താവായ മിശിഹായുടെ വ്യക്തിത്വത്തെക്കുറിച്ച് സംശയമുള്ളവർ സുവിശേഷങ്ങളുടെ വസ്തുനിഷ്ഠമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടാനും ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഉപരിപ്ലവത ഒഴിവാക്കണമെന്നും ബിഷപ്പ് കോൺഫറൻസ് പറഞ്ഞു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ നാമം പരിശുദ്ധമാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന് ഒരു ചരിത്ര വ്യക്തിയുടെ പ്രാധാന്യം മാത്രമല്ല, സത്യദൈവത്തിന് നൽകുന്ന ബഹുമാനവും ആരാധനയും ആവശ്യമാണെന്നും എപ്പിസ്കോപ്പേറ്റ് ഊന്നിപ്പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവർ പവിത്രമായതിനെ നിസ്സാരമായി കാണരുതെന്നും കൊളംബിയ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് യേശുവിന്റെ നാമം ഉപയോഗിക്കരുതെന്നും സെനറ്റ് മൗറീഷ്യോ ഗിറാൾഡോ പ്രസ്താവിച്ചു.
ജീവന്റെ മഹത്വം പ്രഘോഷിക്കുവാൻ ആയിരങ്ങൾ തെരുവീതിയിൽ ഒന്നുചേർന്നു. അമേരിക്കയിലുടനീളമുള്ള 10,000-കണക്കിന് പ്രോ ലൈഫ് പ്രവർത്തകർ രാജ്യ തലസ്ഥാനത്ത് ഒത്തുകൂടി നടത്തിയ മാർച്ച് ഫോർ ലൈഫ് റാലി ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണയും ശ്രദ്ധേയമായി. ഗർഭചിത്രത്തിനെതിരെയും ജീവനെ വിലമതിക്കുന്ന സംസ്കാരത്തെ പിന്തുണച്ചും നടത്തിയ റാലിയിൽ വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, വൈദികർ ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു. 10,000-കണക്കിന് ആളുകളാണ് യുഎസിന്റെ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ മനുഷ്യജീവന്റെ മൂല്യത്തിന് പ്രാധാന്യം കൊടുത്ത് എത്തിച്ചേർന്നത്. മാർച്ച് ഫോർ ലൈഫ് എന്നറിയപ്പെടുന്ന വളരെയധികം ജനപങ്കാളിത്തം നിറഞ്ഞ ഈ റാലിയിൽ വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, വൈദികർ, വിവിധ സംഘടനകളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ അനേകായിരങ്ങൾ പങ്കെടുത്തിരുന്നു. ആഗോളതലത്തിലും പ്രത്യേകിച്ച് അമേരിക്കയിലെങ്ങും നടമാടുന്ന ഗർഭചിത്രത്തിനെതിരെയും ജീവനെ വിലമതിക്കുന്ന സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുമാണ് അനേകർ റാലിയിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാനും എത്തിച്ചേർന്നത്. വ്യക്തിപരമായ അനുഭവ സാക്ഷ്യങ്ങൾ, പ്രോ ലൈഫ് പ്രവർത്തനത്തിനുള്ള ആഹ്വാനങ്ങൾ, പ്രോ ലൈഫ് പ്രസ്ഥാനങ്ങളുടെ ദൌത്യത്തിനെക്കുറിച്ചുള്ള ചിന്തകളുമായുള്ള പ്രഭാഷണങ്ങൾ എന്നിവ ഈ മഹാ ഒത്തുചേരലിൽ നടന്നിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും സന്ദേശം നൽകുകയും ചെയ്തു. അമേരിക്കയിൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്ന് കൂടുതൽ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികളുമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. താനും ഭാര്യ ഉഷയും 4ാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നുവെന്ന കാര്യവും അദ്ദേഹം സന്തോഷത്തോടെ തന്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. റാലിക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ അവന്യൂവിലൂടെ US സുപ്രീം കോടതിയിലേക്കും മാർച്ച് നടന്നു. പ്രാർത്ഥനാ സ്തുതിഗീതങ്ങൾ എന്നിവ റാലിയിൽ നടന്നു. ജീവനെ ബഹുമാനിക്കുകയും ഗർഭധാരണത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിനായി നിലകൊള്ളുമെന്നും സംഘാടകർ ആവർത്തിച്ചു. പ്രോ ലൈഫ് പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ബാനറുകളുമായി നടന്ന റാലിയെ ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു. സ്വിറ്റ്സർലൻഡിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തോടുള്ള അവഹേളനം. 1.5 വർഷത്തിന് ശേഷം കുറ്റക്കാരിക്ക് നീതിന്യായ കോടതിയുടെ വിധി. 2024 സെപ്റ്റംബറിലാണ് സ്വിസ് രാഷ്ട്രീയ പ്രവർത്തക സെനിജ അമേറ്റി കന്യാമറിയത്തിന്റെ ചിത്രത്തിന് നേരെ വെടിയുതിർത്തത്. സംഭവത്തിൽ സെനിജ അമേറ്റി കുറ്റക്കാരിയെന്ന് സ്വിസ് കോടതി വിധിച്ചു. മതസ്വാതന്ത്ര്യത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ഹനിച്ചു എന്ന കുറ്റത്തിനാണ് സൂറിച്ച് ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. 2024 സെപ്റ്റംബറിലാണ് സ്വിറ്റ്സർലൻഡിൽ കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വിറ്റ്സർലൻഡിലെ രാഷ്ട്രീയ പ്രവർത്തകയും അഭിഭാഷകയും കൂടിയായ സെനിജ അമേറ്റിയാണ് മഡോണ ആൻഡ് ചൈൽഡ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ചിത്രത്തിലെ മുഖങ്ങൾ ലക്ഷ്യമാക്കി എയർ ഗൺ ഉപയോഗിച്ച് പലയാവർത്തി വെടിവെച്ചത്. കൂടാതെ വെടിവെപ്പിൽ തകർന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ സ്വിച്ച് ഓഫ് എന്ന പേരിൽ ഇവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുൾപ്പെടെ രൂക്ഷ വിമർശനങ്ങളാണ് സ്വിറ്റ്സർലൻഡിലും ആഗോളതലത്തിലും നടന്നത്. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അവർ പരസ്യമായി മാപ്പു പറയുകയും രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം പൊതുവായി മാപ്പു പറഞ്ഞെങ്കിലും കേസ് ഫയൽ സൂറിച്ച് കോടതിയിലുമെത്തി. കോടതിയിലെ വിചാരണവേളയിൽ ഒരു അഭിഭാഷക കൂടിയായ സെനിജ അമേറ്റി തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ രംഗത്ത് വന്നിരുന്നു. തന്റെ പ്രവൃത്തി മനഃപൂർവ്വമായിരുന്നില്ലെന്നും ജോലിക്കിടയിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് വെടിവയ്പ് നടത്തിയതെന്നും അവർ വാദിച്ചു. കുട്ടിക്കാലത്ത് യുദ്ധം ബാധിച്ച ബോസ്നിയയിൽ നിന്നുണ്ടായ ട്രോമയും തന്റെ തീരുമാനങ്ങളെ ബാധിച്ചതായി അവരുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ഒരു അഭിഭാഷക കൂടിയായതിനാൽ തന്റെ പ്രവൃത്തിയുടെ ആഘാതം അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ജഡ്ജി നിരീക്ഷിച്ചു. ചിത്രത്തിലെ മുഖങ്ങളിലേക്ക് മാത്രം ഉന്നം വെച്ചത് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവജ്ഞയുടെ സൂചനയാണെന്നും കോടതി വിലയിരുത്തി. അതുകൊണ്ടുതന്നെ ഓരോ ദിവസവും 50 ഫ്രാങ്ക് വീതം 60 ദിവസത്തെ പിഴയാണ് കോടതി വിധിച്ചത്. എന്നാൽ ഇതൊരു നിശ്ചിത കാലയളവിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചില്ലെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകുമെന്ന കണ്ടീഷണൽ പിഴയാണ് ഈ 50 ഫ്രാങ്ക്. അതേസമയം 500 സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 48,000 രൂപ അടിയന്തര പിഴയായും കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 3,100 ഫ്രാങ്ക് കോടതി ചെലവായും ഉടൻ നൽകണമെന്നാണ് അറിയിപ്പ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ക്രൈസ്തവ ഗ്രാമത്തിൽ IDF തീവ്രവാദികളുടെ വിളയാട്ടം. ആക്രമണത്തിൽ അപ്പക്കോലു ഗ്രാമത്തിലെ 25 പേർ കൊല്ലപ്പെട്ടു. ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ കളങ്കപ്പെടുത്തുന്നതാണെന്നും അപലപിച്ച് സഭാ നേതൃത്വം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇരൂമോയിലെ ക്രൈസ്തവ ഗ്രാമമായ അപ്പക്കോലോയിൽ ADF നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. ജനുവരി 25 ഞായറാഴ്ച പുലർച്ചെ നടന്ന ക്രൂരമായ ആക്രമണത്തിൽ അപ്പക്കോലു ക്രൈസ്തവ ഗ്രാമം മുഴുവൻ ഇപ്പോഴും ഭീതിയിലാണ്. ഒരു കർഷക സമൂഹത്തിലെ 25 ഗ്രാമീണരെയാണ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സിലെ ഭീകരർ കൊലപ്പെടുത്തിയത്. ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമീണർക്കിടയിൽ ഭീകരർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു.
സുപ്രഭാതത്തിൽ ഒരു ക്രൈസ്തവ ഗ്രാമം മുഴുവൻ പരിഭ്രാന്തിയിലും ദുഃഖത്തിലും മുങ്ങിയ കാഴ്ച. ADF തീവ്രവാദികൾ വിതച്ച നാശം വലുതായിരുന്നു. അവർ വീടുകൾ തോറും കയറി സാധാരണക്കാരെ ഒരു ദയയും കൂടാതെ വധിക്കുകയും വീടുകൾ കത്തിക്കുകയും ചെയ്തുവെന്ന് ഒരു പ്രദേശവാസി പറഞ്ഞു. കൊല്ലപ്പെട്ട 25 പേരിൽ 18 പേരെ ഒരു വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് വധിച്ചതായും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റ് 7 പേരെ റോഡിൽ വെടിവെച്ച് കൊന്നതായും റിപ്പോർട്ടുണ്ട്. നിരവധി താമസക്കാരെ ഇപ്പോഴും കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. ആക്രമണത്തെ സഭാ നേതാക്കൾ ശക്തമായി അപലപിച്ചു. ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും രാജ്യത്തിന്റെ മനസാക്ഷിയെ കളങ്കപ്പെടുത്തുന്നതാണെന്നും കുറ്റപ്പെടുത്തി. മാസങ്ങളായി മേഖലയിൽ സമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു. തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരമായ രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും തന്റെ അനുദിന ദിവ്യബലിക്ക് മുടക്കം വരുത്താതെ ഒരു വൈദികൻ. പ്രതിബന്ധനങ്ങളെ തകർത്തെറിഞ്ഞ് സങ്കീർണതകളിലും പ്രാർത്ഥന ആയുധമാക്കിയ ബ്രസീലിയൻ കത്തോലിക്ക പുരോഹിതൻ ഫാദർ മെർലോൺ മ്യൂസിയോ വൈറലാവുകയാണ്. ആശുപത്രി കിടക്കയിൽ യാന്ത്രിക സഹായത്തോടെ ശ്വസിക്കുമ്പോൾ പോലും ഫാദർ മെർലോൺ മ്യൂസിയോ തന്റെ അനുദിന ദിവ്യബലിക്ക് മുടക്കം വരുത്താറില്ല. ICU മുറിയിലെ ഉപകരണങ്ങളുടെ ഇടതടവില്ലാത്ത ശബ്ദങ്ങൾ പോലും പ്രാർത്ഥനകളായി മാറുന്ന നിമിഷങ്ങൾ. സുവിശേഷ പ്രവർത്തനത്തിന് പേരുകേട്ട ബ്രസീലിയൻ കത്തോലിക്ക പുരോഹിതനാണ് ഫാദർ മെർലോൺ മ്യൂസിയോ. അപൂർവ ന്യൂറോളജിക്കൽ രോഗമായ റൈബോഫ്ലേവിൻ ട്രാൻസ്പോർട്ടർ ഡെഫിഷ്യൻസി ന്യൂറോണോപ്പതിയുടെ സങ്കീർണതകൾ കാരണം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്ന് അദ്ദേഹം. മാസങ്ങളായി ആശുപത്രിയിൽ കഴിയുന്ന വൈദികന് ശ്വാസോച്ഛ്വാസം എളുപ്പമാക്കാൻ മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമാണ്. എന്നിരുന്നാലും ആശുപത്രി കിടക്കയിൽ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചു കിടക്കുമ്പോഴും അനുദിന ദിവ്യബലി അർപ്പണത്തിനോ ഇടമുറിയാത്ത പ്രാർത്ഥനകൾക്കോ ആ വൈദികൻ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. രോഗാവസ്ഥയിൽ പുരോഹിതന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സഹോദരൻ പൗലോ ഗുസ്താവോ അദ്ദേഹത്തിന്റെ അവസ്ഥയെയും ആത്മീയ ദിനചര്യയും പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. ICU മിഷനുകളുടെ നിരന്തരമായ ബീപ് ശബ്ദം തന്റെ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി മാറിയെന്ന് പൗലോ ഗുസ്താവോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചു. ആ ശബ്ദങ്ങൾ കത്തീഡ്രൽ മണികളെ ഓർമ്മിപ്പിച്ചതായും യേശുവിനോടും പരിശുദ്ധ കനികാമറിയത്തോടുമുള്ള പ്രാർത്ഥനകളും കരഘോഷങ്ങളും ദിവസം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം സമ്മാനിച്ചതായും ഫാദർ മെർലോൺ പറഞ്ഞതായി ഉദ്ധരിച്ചു. ഇന്നും ആ പുരോഹിതൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുകയും തനിക്കായി പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ആശുപത്രി കിടക്കയിൽ ക്രിസ്തുവിന്റെ നല്ല ഓട്ടക്കാരനായി സാക്ഷ്യം നൽകുന്നു. ഭാരതസഭയ്ക്ക് ഇത് അഭിമാന നിമിഷം. കാനഡയിൽ ആർച്ച് ബിഷപ്പായി ഇന്ത്യൻ വൈദികൻ അഭിഷിക്തനായി. ഫാദർ സൂസെ ജെസു OMA കീവാറ്റിൻ ലാൻഡ് പാസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനാകുകയും അജപാലന നേതൃത്വം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയും ചെയ്തു. ഭാരതസഭയ്ക്ക് ഇത് അഭിമാന നിമിഷങ്ങൾ. കാനഡയിൽ ആർച്ച് ബിഷപ്പായി ഇന്ത്യൻ വൈദികൻ ഫാദർ സൂസെ ജെസു OMI നിയമിതനായി. ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദികനാണ് ഫാദർ സൂസെ ജെസു. 2026 ജനുവരി 26 കാനഡയിലെ കീവാറ്റിൻ ലേപ്പാസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി വൈദികൻ അഭിഷിക്തനാവുകയും അതിരൂപതയുടെ അജപാലന നേതൃത്വം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയും ചെയ്തു. 2025 നവംബർ 17 ഫാദർ സൂസെ ജേസുവിനെ ലയോ 14 പാപ്പ കാനഡയിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. കിവാറ്റിൻ ലേപ്പാസ് അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് മുറേ ചാറ്റ്ലൈൻ സ്ഥാനാരോഹണത്തെ പ്രാദേശിക സഭയ്ക്ക് ഒരു സുപ്രധാന നിമിഷമാണെന്ന് വിശേഷിപ്പിച്ചു. രൂപതയ്ക്ക് ഇത് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ തന്റെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലുള്ള സന്നദ്ധത ഫാദർ സൂസെ ജേസു പ്രകടിപ്പിച്ചു. ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ട്. കഴിഞ്ഞ ദശകങ്ങളിൽ കാനഡയിലുടനീളമുള്ള വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം, പ്രതിരോധശേഷി, സന്നദ്ധത എന്നിവ താൻ കണ്ടിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തോടൊപ്പം ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ യാത്ര ഒരുമിച്ച് ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനകളും പിന്തുണകളും കൂട്ടായ്മയും വിലമതിക്കാനാവാത്തവയാണെന്നും നവാഭിഷിക്തനായ ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു. ഫാദർ സൂസെ ജേസു OMI 1971 മെയ് 17 തമിഴ്നാട്ടിലെ പുഷ്പവാനത്തിൽ ജനിച്ചു. 2000 ജൂലൈ 27 തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി പള്ളിയിൽ വെച്ച് മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ലോറൻസ് പൈസിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. മിഷണറി ഒബ്ലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിലെ അംഗമായ ഫാദർ സൂസെ ഇംഗ്ലീഷ്, ക്രീ, തമിഴ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളാണ്. 2007 കാനഡയിലേക്ക് താമസം മാറി. കനേഡിയൻ പൗരനായി. കാനഡയിലെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പ്രധാനമായും തദ്ദേശീയ സമൂഹങ്ങളിലും നഗരസമൂഹങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെടുന്നതുവരെ ഫാദർ സൂസെ എഡ്മണ്ടൺ അതിരൂപതയിൽ സേവനമനുഷ്ഠിച്ച് ഒന്നിലധികം ഇടവകകളിലും തദ്ദേശ മിഷനുകളിലും ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഷെക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.